പേരാമ്പ്രയിലുണ്ടായത് ആസൂത്രിതമായ പോലീസ് അതിക്രമമെന്ന് ഷാഫി പറമ്പിൽ എം പി. CPM നിർദ്ദേശത്താലാണ് പോലീസ് സംഘർഷമുണ്ടാക്കിയതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. സംഘർഷം ഒഴിവാക്കാനാണ് താൻ ശ്രമിച്ചത്. ഡിവൈഎസ്പി ഗ്രനേഡ് കയ്യിൽ വെച്ച് ലാത്തി വീശുന്നതിനിടെയാണ് ഗ്രനേഡ് പൊട്ടി പരിക്കേറ്റതെന്നും ഷാഫി പറഞ്ഞു. സംഘർഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളും എം പി പുറത്തുവിട്ടു. ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. റൂറൽ SP-യുടെ ഈ വിശദീകരണത്തിലൂന്നിയാണ് പേരാമ്പ്രയിലുണ്ടായ സംഘർഷം പോലീസ് മനഃപൂർവ്വം ഉണ്ടാക്കിയെന്ന ഷാഫി പറമ്പിൽ MP-യുടെ ആരോപണം. താൻ സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. ഇതിനിടെയാണ് പോലീസ് സംഘർഷമുണ്ടാക്കിയതെന്നും ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഷാഫി പറമ്പിൽ പറഞ്ഞു. പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയതെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമമല്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഗ്രനേഡ് കയ്യിൽ വെച്ചാണ് ഡിവൈഎസ്പി എത്തിയത്. മറു കൈയിലായിരുന്നു ലാത്തി. ഇതിനിടെ ഗ്രനേഡ് പൊട്ടിയാണ് ഡിവൈഎസ്പി ഹരിപ്രസാദിന് പരിക്കേറ്റതെന്നും ഷാഫി വിശദീകരിച്ചു. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല, ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ്പി എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത്? പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഡിവൈഎസ്പി MP അഡ്മിറ്റായോ എന്ന് ചോദിക്കുന്ന ദൃശ്യങ്ങളും പത്രസമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ പ്രദർശിപ്പിച്ചു. നിർദ്ദേശമില്ലാതെ ലാത്തി കൊണ്ടടിച്ച പോലീസുകാരെ കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്ന് റൂറൽ SP പറഞ്ഞെങ്കിലും CPM ഇടപെട്ട് ഈ അന്വേഷണം അവസാനിപ്പിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.